ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐശ്വര്യ ഓൺലൈൻ. ഞാൻ രാജീവ്. ഞാനിപ്പോൾ ആക്ച്വലി കബൺ പാർക്കിലാണ്. അതുപോലെ തന്നെ ചെറിയൊരു സ്ട്രീറ്റ് വാക്ക് ടൈപ്പ് ഫോട്ടോസ് എടുക്കാനാണ് കബൺ പാർക്കിൽ വന്നത്. അപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. നമുക്ക് കൂടിപ്പോയാൽ ചിലപ്പോൾ ഒരു 1 hour കിട്ടുമായിരിക്കും. അപ്പോൾ അതിനുള്ളിൽ ഈ ചെറിയ സ്ട്രീറ്റ് വാക്ക് ടൈപ്പ് ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഒത്തിരി ഫോട്ടോസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് നമുക്ക് ആ സൺലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നല്ല ഫോട്ടോസ് എടുക്കാം എന്ന ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തുടർന്ന് കാണുക. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്നത് 24mm ലെൻസാണ് യൂസ് ചെയ്യുന്നത്. റോ ഫോർമാറ്റിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഈ ഷോട്ട് ഞാൻ കുറച്ച് അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് സ്കൈയിലെ ഡീറ്റെയിൽസ് പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ചെറുതായിട്ട് അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ 2 അപ്പർച്ചറിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന് f2.8-ലും രണ്ടാമത് f6.3-ലും. എന്തായാലും ഒരു ഷോട്ടും കൂടെ എങ്കിലും എടുക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നതായിരിക്കും. ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൺസെറ്റ് ഏകദേശം 6 മണി ആകാറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ റോഡ് വരെ നടന്ന് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ, എവിടെയെങ്കിലും ഒരു നല്ല സീൻ കിട്ടിയാൽ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുമായിരിക്കും. അതുപോലെ കഴിവതും ആളുകളെ ഷോട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഷോട്ടിന് വേണ്ടി മുൻപോട്ട് പോകുന്നു. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബാംഗ്ലൂർ ലൈബ്രറിയുടെ ഫ്രണ്ടിലാണ്. ഞാനിപ്പോൾ എന്തായാലും ഒരു ഹാൻഡ് ഹെൽഡ് ലോങ് എക്സ്പോഷർ ഷോട്ടിനാണ് ശ്രമിക്കുന്നത്. ചിലപ്പോൾ പാളിപ്പോവും. എന്തായാലും മാക്സിമം സ്റ്റഡി ആയിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ക്യാമറ. അതുപോലെ തന്നെ ഞാൻ ഡ്രൈവ് ഒരു 2 സെക്കൻഡ് റിമോട്ടിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ട്രൈപോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഹാൻഡ് ഹെൽഡ് ലോങ് എക്സ്പോഷർ ഷോട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഒരു 0.3 സെക്കൻഡാണ്. അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും കൈ പിടിച്ചിട്ടാണ് ഈ ഷോട്ട് എടുക്കുന്നത്. അത്രയ്ക്കും ഒരു നമുക്ക് സ്ലോ ഷട്ടർ ഫോട്ടോ കിട്ടിയില്ല. ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റാക്കി നോക്കാം. ഇനി നമുക്ക് ഇന്നെടുത്ത ചിത്രങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈറ്റ് റൂമിലേക്ക് കൊണ്ടുവരാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പ് ലൈറ്റ് റൂം ക്ലാസിക് CC ആണ്. അപ്പോൾ ക്ലാസിക് CCയിലാണ് നമുക്ക് ലുമിനോസിറ്റി മാസ്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലൈറ്റ് റൂമിൽ. ഇപ്പോൾ ലുമിനോസിറ്റി മാസ്ക് നമുക്ക് പഴയ വേർഷൻസ് ആണെങ്കിൽ ഈ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ചില എഡിറ്റ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഞാനിപ്പോൾ ഫോട്ടോ എന്തായാലും ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ ലുമിനോസിറ്റി മാസ്ക് നല്ല ഒരു ഫീച്ചറാണ്. അത് ഞാൻ ഈ എഡിറ്റിൽ യൂസ് ചെയ്യാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് എടുക്കാം. ഓക്കെ, ജസ്റ്റ് ലൈറ്റ് റൂമിലേക്ക് ഇന്നെടുത്ത 4 ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം.
ഓക്കെ, ഇനി ഞാൻ ഇതിൽ ബെസ്റ്റ് പിക്ചർ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 ചിത്രങ്ങളുണ്ട്, പിന്നെ ഒരെണ്ണം വീഡിയോ ആണ്, അത് ക്യാമറയിലെടുത്താണ്. ഞാൻ ഇമ്പോർട്ട് ചെയ്തപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇമ്പോർട്ട് ചെയ്തത്. ഓക്കെ, ലൈറ്റ് റൂമിലോട്ട് നമ്മൾ വീഡിയോ കൊണ്ടുവരുന്നില്ല, ജസ്റ്റ് 4 ഫോട്ടോസ് മാത്രം. ഇതിൽ ഏത് ഫോട്ടോയാണ് നല്ലതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഷോട്ട്, ഇത് രണ്ടാമത്തെ ഷോട്ട്. മീൻസ് ആദ്യത്തെ ഷോട്ട് ചെറിയൊരു ചരിവുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം രണ്ടാമത്തെ ഷോട്ട് എടുത്തു. മൂന്നാമത്തെ ഷോട്ടിൽ പെർസ്പെക്റ്റീവിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്, നമുക്ക് താഴെ നിന്നുള്ള ഒരു ലുക്കാണ്. എനിക്ക് മൂന്നാമത്തെ ഫോട്ടോയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. 4ാമത്തെ ഫോട്ടോ നോക്കാം. എനിക്കൊന്ന് 4ാമത്തേതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. 3ാമത്തേതോ അല്ലെങ്കിൽ 4ാമത്തേത്. ഓക്കെ, ഞാൻ എന്തായാലും 4ാമത്തെ ഫോട്ടോ എഡിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോയിൽ ഇങ്ങനെയാണ് നമുക്ക് റോ ഫോർമാറ്റ്, മീൻസ് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലൈറ്റ് റൂം വരുത്താറുണ്ട് റോ ഫോർമാറ്റ് ഫയൽസ് ആണെങ്കിലും. അപ്പോൾ ഇങ്ങനൊരു ഫോട്ടോയാണ് നമുക്ക് വന്നത്. ഇനി നമുക്കിതിൽ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താം എന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സ്കൈ ഒക്കെ ഇച്ചിരി ബ്ലോൺ ഔട്ടാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് 2 ഏരിയയ്ക്ക് വേണ്ടി ഒരുമിച്ച് എക്സ്പോസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലുമിനോസിറ്റി മാസ്ക് വെച്ചിട്ട് ഈ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ യൂസ് ചെയ്ത് നമുക്ക് സ്കൈ അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ലുമിനോസിറ്റി മാസ്ക് ആണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ചെറിയൊരു പീസ്, വുഡിൻ്റെ പീസ് ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ചിലപ്പോൾ ഫോട്ടോഷോപ്പിൽ ചെയ്യേണ്ടി വരും. നമുക്ക് ലൈറ്റ് റൂമിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. മീൻസ് നല്ല രീതിയിൽ അത് ക്ലിയർ ആവുമെന്ന് നോക്കാം. ലൈറ്റ് റൂമിൽ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് അത്ര നല്ലതല്ല. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അത് കുഴപ്പമില്ലാതെ ആ ഒരു പീസ് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, മീൻസ് അവിടെ ഇല്ലായിരുന്നു എന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കത്തില്ല. മീൻസ് ആദ്യത്തെ ഫോട്ടോയിൽ ഇവിടെ ഒരു പീസ് ഉണ്ട്. ഓക്കെ, വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ആ ഏരിയ ഇപ്പോൾ സൂം ചെയ്ത് നോക്കിയാൽ. സൂം ചെയ്താൽ മാത്രമേ നമുക്കിവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. ഒരു ലോങ് ഡിസ്റ്റൻസിൽ നോക്കിയാൽ നമുക്ക് ആ ഒരു മാറ്റം അറിയാൻ സാധിക്കത്തില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പോഷറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയൊരു ഡാർക്ക് ടോണാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ലൈറ്റ് റൂമിൽ. കോൺട്രാസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഷാഡോസ് വലുതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല. ഷാഡോസ് അധികം ഇൻക്രീസ് ചെയ്താലും വൃത്തികേടാണ്. ഭയങ്കര HDR ലുക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാഡോസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാം. ഹൈലൈറ്റ്സ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഒരു HDR ലുക്ക് നമുക്ക് കിട്ടും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ലുക്കിനോട് താല്പര്യമില്ല. കുറച്ചും കൂടെ നാച്ചുറലായിട്ടുള്ളൊരു ലുക്ക് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഹൈലൈറ്റ്സ് വേണമെങ്കിൽ ഇച്ചിരി കുറയ്ക്കാം. നമുക്ക് ആ സ്കൈയിലെ ഡീറ്റെയിൽസ് ഒന്ന് റിട്രീവ് ചെയ്യാനായിട്ട്. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കിയാൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നല്ലൊരു ഫോട്ടോ ആണെങ്കിൽ ഞാനത് കളർ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം ഞാൻ ഉദ്ദേശിച്ച ഒരു ഗോൾഡൻ കളർ നമ്മുടെ ചിത്രത്തിലുണ്ട്. വൈബ്രൻസും അത്ര ഇൻക്രീസ് ചെയ്യേണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത്രയും ഇൻക്രീസ് ചെയ്താൽ ഒരു അൺനാച്ചുറൽ ഫീൽ വരും. അതുകൊണ്ട് ഒരു അത്യാവശ്യം വൈബ്രൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സാച്ചുറേഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ട കാര്യമില്ല, എങ്കിലും ചെറുതായിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ലുമിനോസിറ്റി മാസ്ക് വെച്ച് നമ്മുടെ സ്കൈ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ എടുക്കുന്ന ഫിൽറ്റർ ഗ്രാജുവേറ്റഡ് ഫിൽറ്ററാണ്. ലുമിനോസിറ്റി മാസ്കിന് വേണ്ടി നമുക്ക് ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ അല്ലെങ്കിൽ റേഡിയൽ ഫിൽറ്റർ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് യൂസ് ചെയ്യാം. എന്തായാലും ഞാൻ ഗ്രാജുവേറ്റഡ് ഫിൽറ്ററാണ് എടുക്കുന്നത്. ജസ്റ്റ് മിഡിൽ പോർഷനിൽ നിന്ന് താഴേക്ക് നമ്മൾ ചെറുതായിട്ട് വലിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് മുകളിലേക്കുള്ള ഏരിയ ആയിരിക്കും ആക്ച്വലി നമ്മുടെ മാസ്കിൽ അഫക്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഓവർലേ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ റെഡ് കാണുന്ന പോർഷനിലാണ് നമ്മളിപ്പോൾ വരുത്തുന്ന മാറ്റങ്ങളെല്ലാം അപ്ലൈ ചെയ്യപ്പെടുന്നത്. ഓക്കെ, വേറെ മാറ്റങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ റേഞ്ച് മാസ്കിങ്ങിലേക്ക് വരുന്നു. അവിടെ വന്നിട്ട് ലൂമിനൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ഏരിയ മാത്രം റേഞ്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഹൈലൈറ്റ് ഏരിയയിൽ മാത്രമാണ് ഇനി നമ്മൾ വരുത്തുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഓവർലേ നോക്കിയാൽ ഓക്കെ, നമ്മുടെ ഹൈലൈറ്റ് ഏരിയകളിലായാണ് ഇപ്പോൾ ഈ സെലക്ഷൻ വന്നിരിക്കുന്നത്. ഞാൻ കുറച്ചും കൂടെ സെലക്ഷൻ കുറയ്ക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ മരങ്ങളിൽ വന്നിരിക്കുന്ന സെലക്ഷനൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യുന്നത് നമുക്കിതിൻ്റെ എക്സ്പോഷർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എക്സ്പോഷർ കുറയ്ക്കുമ്പോൾ നമ്മളിപ്പം ഈ റേഞ്ച് മാസ്കിങ് എവിടെയാണോ സെലക്ട് വന്നിരിക്കുന്നത് ആ പോർഷനിൽ മാത്രമേ എക്സ്പോഷർ കുറയുകയുള്ളൂ.
ഓക്കെ, അങ്ങനെ എക്സ്പോഷർ കുറച്ചു. ചെറിയ ഒരു ബ്ലൂ കളർ കൊടുക്കണോ അതോ ഓറഞ്ച് കളർ കൊടുക്കണമെന്നാണ്. സ്കൈയിൽ നമുക്ക് ചെറിയൊരു ബ്ലൂ കളർ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ട്. പക്ഷേ ചെറിയ തോതിലാണ് അത് അപ്ലൈ ചെയ്തേക്കുന്നത്, നിങ്ങൾക്ക് അത്ര വിസിബിൾ അല്ല. ഓക്കെ, എനിക്ക് ബ്ലൂവിനെക്കാട്ടും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ഒരു ഓറഞ്ച് ഫീൽ ആയിരിക്കും എന്ന് തോന്നുന്നു. മീൻസ് നമ്മളൊരു ഈവനിങ് സ്കൈ ആണ്. ഓക്കെ, നമ്മൾ ആ ഒരു ഓറഞ്ച് കളർ കൊടുത്തപ്പോൾ കുറച്ചും കൂടെ ബെറ്ററായി എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ സ്കൈ. ഓക്കെ, ഞാനതുപോലെ തന്നെ ഹൈലൈറ്റ്സും ചെറുതായിട്ട് കുറയ്ക്കുന്നു. ഒത്തിരി കുറച്ചാലും വൃത്തികേടാണ്. ഓക്കെ, ഹൈലൈറ്റ്സ് അത്യാവശ്യം കുറച്ച്. നമ്മുടെ സ്കൈ ബ്ലോൺ ഔട്ട് ആണെങ്കിലും നമുക്ക് കുറച്ചൊക്കെ ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ സാധിച്ചു. ഓക്കെ, നമ്മൾ ഡൺ പ്രസ് ചെയ്തു. ഇനി ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ മരത്തിൽ കുറച്ച് ഏരിയാസ്, മീൻസ് എല്ലാ സിസ്റ്റത്തിലും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തില്ല. മീൻസ് എൻ്റെ ഇപ്പോൾ ഒരു 8GB RAM സിസ്റ്റമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് എടുക്കുന്നു. എന്നിട്ട് നമ്മുടെ മരത്തിൻ്റെ ഗ്രീൻ ഏരിയകളിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യുന്നു. ഇപ്പം നോക്കിയാൽ അത്ര നല്ല ഒരു ഫീലല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ബേസിക്കലി എക്സ്പോഷർ കൂടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിൻ്റെ ഹൈലൈറ്റ് ഉള്ള ഏരിയയിൽ മാത്രം ജസ്റ്റ് ഒന്ന് എക്സ്പോഷർ കൂട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാ ഏരിയയിലുമല്ല. ഓക്കെ, നമ്മളപ്പോൾ എല്ലായിടത്തും ബ്രഷ് ചെയ്തു. ഇനി ഞാൻ റേഞ്ച് മാസ്കിങ്ങിലേക്ക് വരുന്നു. ലൂമിനോസിറ്റി അല്ലെങ്കിൽ കളർ നമുക്ക് സെലക്ട് ചെയ്താൽ, കളർ സെലക്ട് ചെയ്താൽ നമുക്ക് ഗ്രീൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഗ്രീൻ ഉള്ള ഏരിയകളിലെല്ലാം ഇത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്നതാണ്. അതിന് പകരം ഞാൻ ലൂമിനോസിറ്റി തന്നെ വീണ്ടും സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഷോ സെലക്റ്റഡ് മാസ്ക് ഏരിയ കൊടുക്കും. നമ്മൾ ബ്രഷ് കൊണ്ട് വരച്ച ഭാഗങ്ങളിലൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ്സ് ഏരിയ മാത്രം സെലക്ട് ചെയ്യുന്നു. ഹൈലൈറ്റിൽ മാത്രം കുറച്ചും കൂടെ ഒന്ന് എക്സ്പോഷർ കൂട്ടുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാനപ്പം മാസ്ക് ഓവർലേ ഒന്ന് മാറ്റുന്നു. ഓക്കെ, മാസ്ക് ഓവർലേ മാറ്റിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്പോഷർ മൊത്തം ഒന്നും കൂട്ടാം, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവും. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്ത് എക്സ്പോഷർ കൂടുകയാണ് ചെയ്യുന്നത്. നമുക്ക് പക്ഷേ അത്രയും കൂട്ടണ്ട, ചെറിയ തോതിലൊന്ന് ഒരു വൃത്തികേടല്ലാത്ത രീതിയിൽ മാത്രം എക്സ്പോഷർ കൂട്ടിയാൽ മതി. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് ഗ്രീൻ അപ്ലൈ ചെയ്ത് നോക്കാം, എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം ചിത്രത്തിൽ. ഓക്കെ, അപ്പോൾ ചെറിയ തോതിൽ ഗ്രീൻ കളറും കൂടെ നമ്മൾ ആ സെലക്റ്റഡ് ഏരിയകളിൽ അപ്ലൈ ചെയ്തു. ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് HSL പാനലിലേക്ക് പോകാം. HSL പാനലിൽ നമുക്കിവിടെ ഒരു യെല്ലോ കളറുണ്ട്, അത് കുറച്ചും കൂടെ നമുക്കൊന്ന് ലൂമിനൻസ് ജസ്റ്റ് യെല്ലോയോടെ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്ലൈഡർ വെച്ച് വലിക്കുന്നതിന് പകരം ജസ്റ്റ് ഇവിടെയുള്ള ഈ ഡ്രാഗ് ചെയ്യുന്ന ബട്ടൺ എടുത്തിട്ട് നമ്മുടെ യെല്ലോയിൽ വെച്ചിട്ട് ജസ്റ്റ് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ലൂമിനൻസ് അങ്ങനെ ചെറുതായി കൂടി നമ്മുടെ ചിത്രത്തിലേത്. ഇനി നമുക്ക് ജസ്റ്റ് ബ്രഷ് കൊണ്ട് യെല്ലോ ഉള്ള പോർഷനിൽ ജസ്റ്റ് ഒന്ന് എക്സ്പോഷർ കൂട്ടാനായിട്ട് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ ലുമിനോസിറ്റി മാസ്കുകൾ ഇല്ലാത്ത പഴയ ലൈറ്റ് റൂം ആണെങ്കിൽ ഓരോ പോർഷനും നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇച്ചിരിയും കൂടെ ടൈം എടുക്കുമെന്നേ ഉള്ളൂ. പക്ഷേ ലുമിനോസിറ്റി മാസ്ക് ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഓക്കെ, അത് ചെയ്തു. ഇനി ജസ്റ്റ് റേഞ്ച് മാസ്കിങ് വെച്ചിട്ട് ലൂമിനൻസ് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ജസ്റ്റ് ബ്രൈറ്റ് ഏരിയയിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നമ്മൾ നോക്കിയാൽ മാസ്ക് ഓവർലേ കൊടുത്താൽ ഓക്കെ ഈ ഭാഗങ്ങളിൽ മാത്രമാണ് അത് അപ്ലൈ ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇനി മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. നമ്മളിപ്പം ആ ഒരു പ്രോസസ്സിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് ആ വ്യത്യാസം എന്താണെന്ന് ഇവിടെ അറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്ററും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. നമുക്കിതുപോലുള്ള മീൻസ് ആംഗിളുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് വേരി ചെയ്ത് ഇതുപോലെ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ഫോട്ടോ ഒരു എഡിറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതലും ഇതുപോലെ ഞാൻ ഞാൻ പോർട്രൈറ്റ്സ് ഒക്കെ എടുക്കുന്നതിലാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്യാത്ത
ഏരിയയിൽ ഒരു എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്യാം. ലാൻഡ്സ്കേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും മാക്രോ പറ്റുവാണെങ്കിൽ മാക്രോയും നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലൈറ്റ് റൂം പഠിക്കാൻ പറ്റി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എങ്ങനെ നമുക്കൊരു ഷോട്ട് ഡിഫറൻ്റായിട്ട് എടുക്കാം. മീൻസ് വീഡിയോയുടെ ഫസ്റ്റ് പോർഷൻ കണ്ടാലും നിങ്ങൾക്കറിയാം, നമ്മുടെ ആ മുകളിൽ നിന്നുള്ള ഗോപ്രോ വ്യൂവിൽ നോക്കിയാൽ നിന്നുകൊണ്ട് തന്നെ ആ ഫോട്ടോ എടുത്താൽ ഒരു അത്രയ്ക്ക് നല്ലൊരു ചിത്രം കിട്ടത്തില്ല. പക്ഷേ നമ്മൾ ആ പേഴ്സ്പെക്റ്റീവ് ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ചിത്രം കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള എക്സസൈസ് നിങ്ങളും ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. നമുക്കൊരു ലോങ് എക്സ്പോഷർ ഫോട്ടോ കിട്ടുന്നില്ല. കുറച്ചും കൂടെ രാത്രിയായാൽ മാത്രമേ നമുക്ക് ലോങ് എക്സ്പോഷർ ഫോട്ടോ കിട്ടത്തുള്ളൂ. എന്തായാലും ഞാനിവിടുന്ന് പോകാൻ തീരുമാനിച്ചു.